ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലുക്ക് ആൻഡ് വ്യൂ. എല്ലാവർക്കും ലുക്ക് ആൻഡ് വ്യൂയിലോട്ട് സ്വാഗതം. ദിസ് ഈസ് മീ റിയ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് കുട്ടികൾക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. ഒരു കുട്ടി പില്ലോയും ഒരു കുട്ടി ബാഗും ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. നമുക്ക് മെയിനായിട്ട് രണ്ട് മെറ്റീരിയൽസ് ആണ് വേണ്ടത്. ഒന്ന് ഇതാണ്, ഇതിൻ്റെ പേര് ഫർ എന്നാണ്. ഇത് മീറ്ററിന് 150 രൂപയാണ് വില വരുന്നത്. ഞാനിപ്പോൾ ഇതൊരു 1/2 മീറ്ററാണ് വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഫൈബർ പഞ്ഞിയാണ്, അതായത് ഫൈബർ പോലത്തെ കോട്ടൺ ആണിത്, സാധാരണ പഞ്ഞിയല്ല. ഇത് രണ്ടുമാണ് നമുക്ക് മെയിനായിട്ട് വേണ്ട മെറ്റീരിയൽസ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഒരു ന്യൂസ് പേപ്പറിൽ നമുക്ക് എത്ര സൈസുള്ള പില്ലോണ് വേണ്ടത് അതനുസരിച്ച് നമ്മൾ ഒരു സ്റ്റാർ ഷേപ്പ് ഇതിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പേപ്പർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ആ മെറ്റീരിയലിലോട്ട് വെച്ചിട്ട് ട്രേസ് ചെയ്ത് കൊടുക്കാം. നമ്മളിത് മാർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഇതിൻ്റെ എഡ്ജസ് ഒരു 1/4 ഇഞ്ച് നമ്മൾ കൂടുതൽ എക്സ്ട്രാ കൊടുത്തിട്ട് വേണം ഇത് മാർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നമുക്കിത് തയ്ച്ചെടുക്കാനുള്ളതാണ്, അപ്പം ഒരു 1/4 ഇഞ്ച് എക്സ്ട്രാ വേണം. അതിന് മുൻപായിട്ട് നമ്മൾ മുട്ടുസൂചി കൊണ്ട് ഇങ്ങനെ കുത്തി കൊടുക്കണം. ഇപ്പം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ചെയ്യുമ്പോൾ ഇതിൻ്റെ നല്ല ഭാഗവും ഒരുമിച്ച് വരുന്ന വിധത്തിൽ വെക്കുക. അതിനുശേഷം നമ്മൾ ഈ ബോർഡർ ഒരു 1/4 ഇഞ്ച് അകലം വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക, നോർമൽ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. ഇപ്പോൾ നമ്മളിതിൻ്റെ സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് പോർഷൻ നമ്മൾ ഓപ്പൺ ആക്കി വെച്ചിരിക്കുകയാണ്. ഇതിലൂടെ നമുക്ക് ഫൈബർ കോട്ടൺ ഫില്ല് ചെയ്യാനുള്ളതാണ്. നമുക്ക് ആദ്യം ഇത് മറിച്ചിടാം, അതിനുശേഷം നമുക്ക് ഫൈബർ കോട്ടൺ വെച്ചിട്ട് ഫില്ല് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ ഈ ഫൈബർ കോട്ടൺ നമുക്ക് ഇങ്ങനെ കിലോ കണക്കിനാണ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത്. കിലോ ഒക്കെയാണ് വില വരുന്നത്, 200 സംതിങ് ആണ്. ഞാനിപ്പോൾ ഒരു 1/4 കിലോ ആണ് വാങ്ങിച്ചിരിക്കുന്നത്. മുഴുവൻ നമുക്ക് ആവശ്യം വരുന്നില്ല, അതിൻ്റെ ഒരു പകുതിയോളം നമുക്ക് ആവശ്യം വരുന്നുള്ളൂ. ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നുകിൽ നമുക്ക് കൈ കൊണ്ട് തന്നെ ലാഡർ സ്റ്റിച്ച് ഉപയോഗിക്കാം, അതായത് സ്ലിപ്പ് സ്റ്റിച്ച് എന്നൊക്കെ പറയും. അല്ലെങ്കിൽ നമുക്ക് സിക്സാഗ് വെച്ചിട്ട് നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്യാം. ഞാനിപ്പോൾ സിക്സാഗ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റ് സെയിം ത്രെഡ് തന്നെ നമ്മൾ യൂസ് ചെയ്യണം, ഈ സെയിം കളർ തന്നെയുള്ള ത്രെഡ് നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ പിന്നെ സിക്സാഗ് ചെയ്താലും കുഴപ്പം വരുന്നില്ല. നമ്മളിപ്പോൾ ഇവിടെ സിക്സാഗ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മൾ ആദ്യം ഇതുപോലെ 2 പീസ് കട്ട് ചെയ്തെടുക്കുക. ഞാനിങ്ങനെ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കിതിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സിബ് വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ വള്ളിയാണ്. ഇത് നമ്മൾ ഈ മെറ്റീരിയലിൽ തന്നെ കുറച്ച് ലെങ്ത്തിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ ജോയിൻ ചെയ്തിട്ട് സിക്സാഗിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ ജോയിൻ്റ് വരുന്നുണ്ട്, പക്ഷെ ഇതൊന്നും അങ്ങനെ പെട്ടെന്ന് അറിയാനൊന്നും പറ്റില്ല കേട്ടോ. ഇതിപ്പോൾ ഞാനൊരു 32 ഇഞ്ച് നീളത്തിലാണ് ഈ ഒരു വള്ളി എടുത്തിരിക്കുന്നത്. ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഈ ഫറിൻ്റെ നല്ല ഭാഗത്ത് ലൈനിങ് വെച്ചതിന് ശേഷം ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ ലൈനിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ തിരിച്ച് വെച്ചിട്ട് ഇതൊന്ന് പതിച്ച് അടിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 2 എണ്ണം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു മെറ്റീരിയൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ പൊടി പോലെ പോകുന്നുണ്ട് കേട്ടോ. പക്ഷേ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അതുകൊണ്ട് നമ്മൾ അധികം ഇങ്ങനെ അനക്കാതെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുറേ സൈഡിൽ നിന്നൊക്കെ പോകും, അപ്പം ബോർഡറൊന്നും ഭംഗിയുണ്ടാവില്ല. സിബ് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ 2 സൈഡ് നമുക്ക് സിബിലോട്ട് അറ്റാച്ച് ചെയ്യാം. നമ്മൾ ആദ്യം ഫൂട്ട് മാറ്റിയിട്ടുണ്ട്, സിപ്പർ ഫൂട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ സിബ് ഓപ്പൺ ചെയ്യാം. ഇതൊരു ഇൻവിസിബിൾ സിബാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഭാഗമാണ് നമ്മൾ പുറത്ത് കാണേണ്ടത്. അപ്പോൾ ഈ ഭാഗം നമ്മൾ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇങ്ങനെ വെക്കുക. ഇത് കുറച്ച് വിസിബിളാക്കി വെക്കുകയാണ് നല്ലത്, ഇങ്ങനെ ബാഗ് ആയതുകൊണ്ട്. ശരിക്കും സാധാരണ സിബാണ് ഇതിന് നല്ലത്. നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ച് അകത്തി വെച്ചിട്ടുണ്ട്, കാരണം ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഫറിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ഉള്ളിലോട്ട് ഇങ്ങനെ സിബിൻ്റെ അടുത്തോട്ട് വരും. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ കുറച്ച് അകത്തിയിട്ടാണ് വെക്കുന്നത്.
നമുക്ക് ഇതുപോലെ തന്നെ മറ്റേ ഭാഗത്ത് സിബ് വെച്ച് കൊടുക്കാം. ഇത് നമുക്കൊന്നും കാണില്ല, ഈ ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാനിവിടെ സിബ് ക്ലോസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഞാനിവിടെ ഈ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്, സിബിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗം. അല്ലെങ്കിൽ നമുക്കിത് ഓപ്പൺ ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും. 2 സൈഡിൽ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് തിരിച്ചിടുക, എന്നിട്ട് നമ്മൾ ഈ സൈഡിലൊക്കെ അടിച്ചു കൊടുക്കുക. തുറന്നിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ 6 പാറ്റേണിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, നൂലിങ്ങനെ വലിഞ്ഞു പോരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് വള്ളി വയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഭാഗത്താണ് നമ്മൾ വള്ളി വയ്ക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതിനോട് ചേർത്ത് വെച്ചതിന് ശേഷം സാധാരണ പോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം, അത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് മറിച്ചെടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.